ഹലോ. അപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അപ്പം ആ വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റോറിയാണ്. എൻ്റെ ഉല്ലുമ്മയും ഉല്ലുപ്പയും മോനും, അതായത് ഉപ്പാടെ ബ്രദറും വൈഫും അവരുടെ മോനും കൂടെ നമ്മൾ അബുദാബിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇരിക്കുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ ഇവനക്കിത് അറിയില്ല. അപ്പോൾ ഇവനെ ഞാൻ എയർപോർട്ടിലേക്ക് കൊടുക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കാനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ഞാൻ എയർപോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇക്കാടെ സ്ഥാനത്ത് ഇവരെ 3 പേരെയും കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കിളി പോയി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അവൻ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ സർപ്രൈസിൻ്റെ ഒരു ഹാങ് ഓവർ മാറിക്കിട്ടാൻ അവന് 2-3 ദിവസം എടുത്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇവരെ പിക്ക് ചെയ്തിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. അന്ന് ഇവർ കൊടുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് അങ്ങനെ നമ്മൾ നേരെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റു. പിറ്റേ ദിവസമാണ് നമ്മൾ ഇവരായിട്ട് പുറത്തൊക്കെ പോകുന്നത്. കാരണം ആകെ 1 വീക്കേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് 2 ദിവസം അബുദാബി ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ ദുബായ് പോയി അവിടെയും ഇവർക്ക് കുറേ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും അബുദാബിയിൽ ഇപ്പം ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യാനും മാത്രം കുറേ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കി ദുബായിൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഇക്ക യു എയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ആ ഒരു 1 ഡേ ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കാരണം അന്ന് നൈറ്റാണ് ഇക്ക തിരിച്ച് യു എയിലെത്തുന്നത്. അപ്പോൾ പിന്നെ ഇവരുമായിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പോകാൻ കാണാനും കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ കണ്ടുപോയിട്ട് പിന്നെ നേരെ നമ്മൾ മാൻഗ്രൂവ്സിലോട്ടാണ് പോയത്. അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ മാൻഗ്രൂവ്സിലോട്ട് പോയി. മാൻഗ്രൂവ്സിൽ അപ്പോൾ ആ ടൈമിൽ കയാക്കിങ്ങും സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ആക്ടിവിറ്റീസും സാധനങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഭംഗി കണ്ടിരിക്കാമെന്ന് മാത്രം. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പിന്നെ കോർണിഷിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈവനിങ് ചായയൊക്കെ കുടിച്ച് പിന്നെ ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയതൊക്കെ അങ്ങനെ കുറച്ചൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ പിന്നെ അന്ന് നൈറ്റ് ഇക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കസിനും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്തു, ഇക്കാനെ കൊടുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ കസിൻസ് വേറെ ഇവിടെയുള്ള കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. മദീന സായദിലുള്ള ഒരു ഫിഷ് ഗ്രിൽ ഒരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ എമിറേറ്റ്സ് പാലസിലേക്കാണ് പോയത്. അങ്ങനെ എമിറേറ്റ്സ് പാലസിൽ കുറച്ച് നേരം നടന്ന് അവിടെയൊക്കെ കണ്ട് കുറച്ച് ടയേർഡായി. പിന്നെ നേരെ നമ്മൾ ഷെയ്ഖ് സായദ് മോസ്കിലേക്ക് പോയി. എന്തായാലും ഇവിടെയൊക്കെ വന്ന സ്ഥിതിക്ക് ഈ 2 സ്ഥലങ്ങളും എന്തായാലും മെയിനായിട്ട് കണ്ടിരിക്കേണ്ടതാണല്ലോ. അങ്ങനെ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ